ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്തോ എനിക്കിങ്ങനെ മനസ്സിൽ നമുക്കൊരു ഉൾവിളി ഉണ്ടാവുമല്ലോ, നമുക്ക് എഴുതണം ഒരു ത്വര ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ മെർക്കുറിയിലും കംപ്ലീറ്റ് ചെയ്തു. DC-ക്ക് അയച്ചു, റിജക്റ്റ് ചെയ്തു. മനോരമയ്ക്ക് അയച്ചു, റിജക്റ്റ് ചെയ്തു. മാതൃഭൂമിക്ക് അയച്ചു, റിജക്റ്റ് ചെയ്തു. എല്ലായിടത്തു നിന്ന് റിജക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്, എനിക്ക് കഴിവില്ല. പക്ഷേ ആ സമയത്താണ് ഫേസ്ബുക്കിൽ ആൾക്കാർ ഈ സ്റ്റാറ്റസ് ഒക്കെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഫേസ്ബുക്കിലൊന്ന് ഇതൊന്ന് ചാപ്റ്റേഴ്സായിട്ട് എഴുതിയിട്ട് നോക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഓജോ ബോർഡ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാനത് കമ്പ്യൂട്ടറിൽ, ചേട്ടനപ്പം കമ്പ്യൂട്ടറുണ്ട്, മലയാളം ടൈപ്പിംഗ് പഠിച്ചിട്ട് ഞാനത് ടൈപ്പ് ചെയ്തു. 37 അധ്യായങ്ങളാക്കിയിട്ട് ഞാൻ ആദ്യത്തെ ചാപ്റ്റർ ഇട്ടു. നാട്ടിലെല്ലാവരും കളിയാക്കി, നീ എന്തോ ഫേസ്ബുക്ക് ചെയ്യുന്നേ. ഞാൻ പറഞ്ഞ കഥ എഴുതുക, വേറെ പണിയില്ലേ. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. രണ്ടാമത്തെ ചാപ്റ്റർ ഇട്ടു, മൂന്നാമത്തെ ഇട്ടു. എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ള എൻ്റെ കൂടെ പഠിച്ചിരുന്ന, കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ ഇപ്പുറമായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. വേറെ പണിയില്ലെന്ന് ചോദിക്കും. 6ാമത്തെ അധ്യായത്തോടുകൂടി ഞാൻ വിചാരിച്ചു ഒരു ചാപ്റ്റർ കൂടി ഇടും. ഇതിനും കൂടെ ആരും വായിക്കാനില്ല എങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. 7ാമത്തെ ചാപ്റ്ററിൽ എനിക്കൊരു കമൻറ്റ് വന്നു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്, ഏതോ ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന്. ഞാൻ തീരുമാനിച്ചു ബാക്കിയുള്ള 37 അധ്യായം ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 8ാമത്തെ അധ്യായം ഇട്ടു. ആ ആളുടെ 2-3 ഫ്രണ്ട്സിനെ അയാൾ വിളിച്ചിട്ട് വന്നു. അവർ കമൻ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ 9 ഇട്ടു, 10 ഇട്ടു. വായനക്കാർ കൂടി വന്നു. ഞാൻ 37ാമത്തെ അധ്യായം ഇടുമ്പോൾ എനിക്ക് 15,000-ന് മുകളിൽ വായനക്കാരുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വായിക്കാനായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മീഡിയം പലതും ഉപയോഗിക്കേണ്ടി വരും. ബുക്ക് തന്നെ ആവണമെന്നില്ല. അങ്ങനെയാണ് ഫേസ്ബുക്ക് കിട്ടിയത്. അങ്ങനെ 37ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടു അതിൻ്റെ അകത്ത്, നിനക്കിത് ബുക്കാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കുകയാണ്, പോളിടെക്നിക്കിൽ പഠിക്കുക. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ബുക്ക് പബ്ലിഷേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്തു, എനിക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. കയ്യിൽ പൈസയില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് ഫേസ്ബുക്കിൽ, അവരെല്ലാവരും കൂടെ ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. എനിക്കിത് പിന്നീട് അറിയുന്നത്, ഇവർ കയ്യിലുള്ള 50-100 രൂപയൊക്കെ വെച്ചിട്ട് കളക്ട് ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഇട്ട് തന്നു. ഒരു സുഹൃത്ത് വഴി എൻ്റെ അക്കൗണ്ട് നമ്പർ കളക്ട് ചെയ്തിട്ട് പോയി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. 5,000 രൂപയൊക്കെ ഇട്ട് തന്നവരുണ്ട്. അവരെന്താണ് കാണുന്നത്, എന്നിലൊരു വിശ്വാസം അവർ കണ്ടു, എഴുതാനായിട്ട് അവന് കഴിവുണ്ട്, അല്ലെങ്കിൽ അവൻ പബ്ലിഷ് ചെയ്യട്ടെ എന്നുള്ളൊരിത്. ഞാൻ നേരെ മലബാർ ഏരിയയിലാണ് ഏറ്റവും നന്നായിട്ട് കുറച്ച് പ്രസാധകരും അല്ലെങ്കിൽ പബ്ലിഷിങ് പ്രിൻ്റ് ചെയ്യുന്ന കുറച്ച് കമ്പനികളുള്ളത്. കോഴിക്കോടേക്ക് വന്നു. പ്രീമിയർ പ്രിൻറ്റേഴ്സ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളതാണ്. അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യം പറഞ്ഞു. എനിക്ക് പറഞ്ഞ് ഇത് കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാക്കി വരാൻ. ഞാൻ ഒരു കടയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, ഇതിന് ഇത്ര പൈസ ആവുമെന്ന് പറഞ്ഞു ചെയ്യാനായിട്ട്. ആ പൈസ നോക്കിയപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള പൈസയുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്. അമ്മ വന്നിട്ട് പറഞ്ഞ്, എടാ ഇത് നിനക്ക് തന്നെ പഠിച്ച് ചെയ്തുകൂടെ? എനിക്ക് അറിയില്ല, യൂട്യൂബൊക്കെ ഇല്ലേ, അതിലൊക്കെ കാണാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ DTP ചെയ്യാനും പേജ് സെറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങി. അമ്മ വളവിരി തന്നിട്ട് പറഞ്ഞു, നീ ലാപ്പ് വാങ്ങാൻ പറഞ്ഞു. ഫ്ലിപ്കാർട്ടിൽ ആ സമയത്ത് എന്തോ ബിഗ് മില്യൺ ഡേയോ അങ്ങനത്തെ സെയിലടക്കമാണ്. അതിൻ്റെ അകത്ത് കുറഞ്ഞ 15,000 16,000 രൂപ ഒരു കുറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങി. ഈ പേജ് മേക്കർ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഞാൻ എൻ്റെ ബുക്കിന് തന്നെ പേജ് സെറ്റ് ചെയ്ത് ഈ പ്രസ്സിൽ വന്നു ബുക്ക് പ്രിൻ്റ് ചെയ്തു. ബുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് 1000 ബുക്ക് ഒരു ദിവസം ഒരു പെട്ടിയോട്ടയിൽ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത് നോക്കും, ഇതെന്താ സംഭവം, കുറേ ബോക്സുകൾ ഇങ്ങനെ തലച്ചുമടായിട്ട് കൊണ്ടുവന്ന് ഇറക്കുകയാണ്. വീടിൻ്റെ അകത്ത് ഇങ്ങനെ അടുക്കി വെച്ചു, ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുക. ചോദിച്ചു ഇതെന്തോ? ഞാൻ പറഞ്ഞു ഇതെൻ്റെ ബുക്കാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ആര് വാങ്ങും? ഞാൻ പറഞ്ഞു ഇത് ആൾക്കാർ വാങ്ങും വെച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തെടുത്തു, ബുക്കുമായിട്ട് ഓരോ കടകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ബുക്ക് ഡിസ്പ്ലേ വെക്കുമെന്ന് ചോദിച്ചു. ആലപ്പുഴ പ്രഭാത് ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അവിടെ കൊടുത്തപ്പോൾ ആ ചേച്ചി ചോദിച്ചു ഇത് ആരുടെ ബുക്കാണ്? ഞാൻ പറഞ്ഞു ഇത് അഖിൽ പി ധർമ്മേൻ്റെ ബുക്കാണ്. അതാരാ? നമ്മൾ ഞാനാ, ബുക്ക് വെക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അങ്ങും വെക്കാൻ പറ്റത്തില്ല, അങ്ങനെ സ്വന്തമായിട്ട് അച്ചടിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പ്രസാദകരം എന്തിനാണ്? ശരി ഓക്കെ. ക്രോസ് വേഡിൽ വന്നു എറണാകുളത്ത്, അവിടെയും വെച്ചില്ല. അങ്ങനെ പല കടകളിൽ ചെന്നു, എവിടെയും എടുത്തില്ല എൻ്റെ ബുക്ക്. വീട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെ മുഖം ഇങ്ങനെ, വീട്ടിൽ നടക്കാൻ സ്ഥലമില്ല. വീട്ടിലൊരു ബാഗ് കിടപ്പുണ്ടായിരുന്നു, ആ ബാഗിൻ്റെ അകത്ത് ബുക്കുകളെല്ലാം കൂടെ എടുത്തു വെച്ചു. നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഓരോ ബസ്സിൽ കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ബുക്കാണ്, ഞാൻ പകുതി വിലയ്ക്ക് കയറാൻ നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിച്ചു. ഓരോ മനുഷ്യരോടും ചോദിച്ചു, ചില ആൾക്കാർ വാങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത്, മലബാർ ഏരിയയിലൊക്കെ ഞാൻ കൊണ്ടുനടന്ന് വിറ്റിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഓജോ ബോർഡ് വിൽക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും സാഹിത്യത്തെയും അല്ലെങ്കിൽ എഴുത്തുകാരെയും നന്നായിട്ട് സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പ്രോഗ്രാമിന് ഞാനിവിടെ ഇല്ലായിരുന്നു. വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ്. സിനാൻ അറിയാം, ഞാൻ വരാം, ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നു, കേൾക്കുന്നു, അതൊക്കെ സാഹിത്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബുക്ക് ഞാൻ ഓരോ ജില്ലയിലും കൊണ്ടുനടന്ന് വിറ്റ് 1000 കോപ്പി തീർത്തു. ഇത് കഴിഞ്ഞപ്പോൾ ഈ ബുക്ക് സ്റ്റാൾസിലൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി, ഓജോ ബോർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്.
പിന്നെ ഈ ബുക്ക് സ്റ്റാൾസിൽ നിന്നിട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി, മോനെ നീ അന്ന് കൊണ്ടുവന്ന് ബുക്ക് കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ആവശ്യക്കാരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഈ ഓജോ ബോർഡ് കടക്കാരായിട്ട് കൊടുത്തത്. രണ്ടാമത്തെ ബുക്കും ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്തു, മെർക്കുറിയലിൻ്റെ, അതും കൊണ്ടുനടന്ന് വിറ്റു. അത് കഴിഞ്ഞപ്പോഴേക്കും DC നിന്ന് ഒരു ദിവസം വിളി വന്നിട്ട് പറഞ്ഞു, മൂന്നാമത്തെ ബുക്ക് നമുക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി തരാം എന്ന് പറഞ്ഞു. അതാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇപ്പം അത് 46ാമത്തെ പതിപ്പാണ്. 3 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞു. ഇപ്പോൾ ഒരു എഡിഷനിൽ 10,000 വെച്ചിട്ടൊക്കെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി ഒരു 15 മിനിറ്റിൽ പറയാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ചിലർ വിചാരിക്കും റാം കെയർ ഓഫ് ആനന്ദി കൊണ്ട് ഹിറ്റായ ഒരു എഴുത്തുകാരനാണെന്നല്ല. 17 വയസ്സ് തൊട്ട് ഞാൻ ഈ കഷ്ടപ്പാട്, ഇപ്പം എനിക്ക് 30 വയസ്സായി, ഇത്രയും വർഷത്തിൽ ഞാൻ ബുക്ക് കൊണ്ടുനടന്ന് വിറ്റും ഇങ്ങനെയൊക്കെ സമ്പാദിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു ലേബലാണ്. അതിനൊരു തെളിവാണ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ പച്ചകുത്തിയ പാടും. ഞാൻ പച്ചകുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, അന്നുള്ള ഒരു ചെറിയ പയ്യൻ്റെ ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇനി ചോദ്യങ്ങളിലേക്ക് വരികയാണ് നമ്മൾ. അപ്പോൾ സാഹിത്യം എന്താണ്, എഴുത്തെന്താണ്, കവിതകൾ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും സംസാരിക്കാറുള്ള വിഷയങ്ങളാണ് മൃഗബലിയെക്കുറിച്ച്, അതല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജന്തുക്കളെ അറുത്ത് ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. അത് പക്ഷേ നമ്മളുടെ ഒക്കെ ഒരു വിനോദമാണ് ചൂണ്ടലിട്ട് മീൻ പിടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വരെ മീനുകൾക്ക് വേണ്ടി ആരും ശബ്ദിച്ചിട്ടില്ല. അത് പാപമാണെന്നോ അത് ക്രൂരതയാണെന്നോ പറഞ്ഞ് ആരും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുമാനം, മീനുകൾക്ക് വോക്കൽ കോഡില്ല, സ്വരനാളപാളി എന്ന് പറയുന്ന വോക്കൽ കോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും അവർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വോക്കൽ കോഡാണ്. അത് ഇങ്ങനെയുള്ള സംവാദങ്ങളിലൂടെ, ചർച്ചകളിലൂടെ നിലനിൽക്കട്ടെ. ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിന് ഈ സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഇനി നിങ്ങളുടേതാണ് വേദി. ചോദ്യങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഫോറമാണ്. ഓക്കെ. നമസ്കാരം. ഞാൻ 3 പേരോടും ഓരോ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം സീക്വൻസിൽ തന്നെ ആയിക്കോട്ടെ, സുഭാഷിനോടാണ്, വീട്ടുമൃത്തിനോട്. ഞാൻ അദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ട് പലപ്പോഴും, നമ്മുടെ KLF MLF എനിക്ക് താങ്കൾ പറഞ്ഞ ഈ രാഷ്ട്രീയം, അതുപോലെ തന്നെ വർഗീയത, ജാതീയത, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എഴുത്താണ് നിങ്ങളുടെ പ്രതിഷേധം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സമൂഹത്തിനുള്ള നിങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇനി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്, നമ്മുടെ മലയാള മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ടാണ്. താങ്കൾ ഒരുപാട് ചരിത്ര കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രത്യേകിച്ചും എഴുത്തിനെ കുറിച്ച് പറഞ്ഞു, ആദ്യം പുസ്തകങ്ങൾ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അറബി മലയാളത്തിൽ എഴുതാനും വായിക്കാനും, കാരണം മലയാളം എഴുതാൻ വയ്യാത്തവർക്ക് പോലും അറബി മലയാളം എഴുതാനും വായിക്കാനും അറിയായിരുന്നു. താങ്കൾ പ്രസ്താവിച്ചു എഴുത്തുപോലും, കത്തുകൾ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ നിരക്ഷരരാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ താങ്കളോടുള്ള ചോദ്യം. പിന്നെ അഖിലിനോട് സ്വാഭാവികമായിട്ടും അഖിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ സ്ട്രഗിളിങ്, ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് DC ഒക്കെ റിമിറ്റേഷൻ കൊടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ ധർമ്മജന്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താങ്കൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാർ താങ്കളുടെ എഴുത്തിനെ വളരെ മോശമായിട്ട്, അതൊരു സാഹിത്യമല്ല, അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന പലരും. അതുപോലെ തന്നെ താങ്കൾ പിന്തുണക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എന്ത് വായിച്ചാലും അവസാനം വായന പുരോഗമിച്ചു വരും. അപ്പോൾ നല്ല വായനക്കാരുണ്ടാവും, അത് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. അതിനുള്ള താങ്കളുടെ മറുപടി എന്താണ്? സമയക്കുറവുകൊണ്ട് ഞാൻ കുറക്കുന്നു. നന്ദി. ഞാൻ ഓരോ കഥയിലും കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള നോവലുകളിലും വിരലിലെണ്ണാവുന്ന എൻ്റെ കവിതകളിലൂടെയും ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പാരിസ്ഥിതിക
ജാതി മത വർഗീയ ചിന്തകൾക്കെതിരെയുള്ള എൻ്റെ ആശങ്കകളാണ്. ഇവയ്ക്കെതിരെ എനിക്ക് എത്രത്തോളം ഒറ്റക്ക് പോരാടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം എഴുത്തുകാരൻ എപ്പോഴും തനിച്ചാണ്. അയാൾക്ക് ആരുടെയും പിൻബലമില്ല, പലപ്പോഴും വായനക്കാരുടെ പോലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥകളൊക്കെ, എൻ്റെ പുസ്തകങ്ങൾ വളരെ ചുരുങ്ങിയ ആളുകളിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ ഉള്ളിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് എൻ്റെ വായനയാണ്. അത് ചെറുപ്പം മുതലുള്ള എൻ്റെ വായനയാണ് എൻ്റെ വ്യക്തിത്വത്തിന് രൂപപ്പെടുത്തിയതും എന്നെ ഇവിടെ കൊണ്ടേ ഇരുത്തിയിട്ടുള്ളതും. എനിക്ക് ഉറപ്പുണ്ട്, എന്നെങ്കിലും എൻ്റെ ആശങ്കകൾ എൻ്റെ നാട്ടുകാർ തിരിച്ചറിയുന്നു, അതിനെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുമെന്നും നിങ്ങൾ നേരത്തെ പറഞ്ഞ, ഞാൻ ഊന്നിപ്പറയാൻ ധൈര്യപ്പെടാത്ത പോരാട്ടം, അതിലേക്ക് ഞാൻ അടിവരായിട്ട് പറയാണ്, പരിസ്ഥിതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നശിപ്പിച്ചിട്ടും നശിക്കാതിരിക്കുന്ന ജാതി മരിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ പ്രേതം ഇപ്പോഴും നമുക്കിടയിലുണ്ട്. മരിച്ചവരെക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടുന്ന പ്രേതത്തിനെയാണ്. അതിവിടെ ഉണ്ട്. അതുപോലെ വർഗീയ ചിന്തകൾ, ഇതിനെതിരെ നമ്മളെല്ലാവരും പോരാട്ടത്തിനിറങ്ങുന്നു. നല്ലൊരു മികച്ച സമൂഹമായി നമ്മൾ മാറുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. പ്രത്യാശ തന്നെയാണ് എൻ്റെ എഴുത്ത്. താങ്ക് യു. മാപ്പിള സാഹിത്യത്തിൽ അധിനിവേശ സമയത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി വലിയ സ്ത്രീ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. വലിയ കനപ്പെട്ട രചനകൾ മലയാളത്തെ